ഹായ്, നമസ്തേ. വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ. ഞാൻ ദീപ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പൊ വരാൻ പോകുന്നത് വിഷു അല്ലേ. അപ്പൊ വിഷുവിനായിട്ടൊരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. വേറെ ഒന്നുമല്ല, ഫുഡൊന്നും അല്ല. നമ്മൾ കണി വെക്കുമ്പോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹാരം, പിന്നെ ഭഗവാന് ഇടാനായിട്ട് കുറച്ച് കണിക്കൊന്നയൊക്കെ വെക്കുമല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരു ഉടയാടയും കൂടെ ആയാലോ. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വരും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഉടയാട ഉണ്ടാക്കാനുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. അമ്മു ഇങ്ങ് കൊണ്ടുവാ. ഇന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഇത് ടിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാൻവാസ് എന്ന് പറയും. ഇത് 1 മീറ്ററാണ് ഞാൻ വാങ്ങിയത്. 1 മീറ്ററിന് 120 150 അങ്ങനെ എന്തോ ആണ്, എനിക്കിപ്പോ ഓർമ്മയില്ല. ഇതാണ് സ്റ്റിപ്പ്, ക്യാൻവാസ് എന്ന് പറയും. അതായത് ഈ സൈഡ് ഒരു മിനുസം പോലെയും ഈ സൈഡ് ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഈ സൈഡ് വെച്ചാണ് നമ്മൾ തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. അടുത്തത് വേണ്ടത്, നമ്മള് കുഞ്ഞുണിനൊക്കെ പോകുമ്പോ ഒരു ചെറിയൊരു മുണ്ട് പോലെ നമ്മൾ വാങ്ങുമല്ലോ, കൊച്ചു കുട്ടിക്ക് ചോറൂണ് കൊടുക്കാനായിട്ടൊക്കെ പോകുമ്പോൾ ആ ഒരു തുണിയാണ്. ഇങ്ങനെ കണ്ടോ, ഇത് രണ്ടാമത്. അടുത്തത് ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ, കടയിൽ നിന്ന് കിട്ടിയപ്പോഴേ. ലേസ, ഇത് പട്ടിന്റെ, പണ്ടൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടും പട്ടിൻ്റെ. ഇതും 1 മീറ്ററാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 20 രൂപ. 1 മീറ്ററിന് 20 രൂപ. ഇതിന് 50 രൂപയാണ് ഈ കുഞ്ഞൂണ് മുണ്ടിന്. ലേസ്. അടുത്തത്, ഇതിന് മാച്ചിനായിട്ട് 2 കളർ നൂലും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഈ മുണ്ടിന് ഞാൻ നല്ല വശവും ചീത്ത വശവും ഉണ്ടല്ലോ, അതിൽ ഞാൻ നല്ല വശം ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഈ 2 സൈഡിലും പട്ടുണ്ടാവുമല്ലോ, ഈ പട്ടി നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഈ പട്ടും ഈ പട്ടിനെ നമുക്ക് വെട്ടിക്കളയാം. ഈ 2 സൈഡുള്ളതിന് വെട്ടുന്നിട്ട് അതിന് രണ്ടാമത്തെ സൈഡ് വെട്ടാൻ പോവുകയാണ്. അത് ഇവിടെ ഒരു ചെറിയൊരു വെള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് പിടിച്ച് തന്നെ നമുക്കങ്ങ് വെട്ടി വന്നു. അതല്ലാന്നുണ്ടെങ്കിൽ വെട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് സ്കെയിലെടുത്തോ ടേപ്പ് വെച്ചോ ഒന്ന് അളന്നിട്ട് ഇപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ ആ മുണ്ടിനെ 2ആയിട്ട് മടക്കി 2ആയിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അതായത് പകുതിയായിട്ട്. എന്നിട്ട് ഈ മിനുസമുള്ള ഭാഗത്ത് നേരത്തെ വെട്ടിവെച്ച മുണ്ടിനെ ഒട്ടിച്ച് നമുക്ക് തേച്ചെടുക്കാം. നന്നായിട്ട് തേച്ചെടുക്കുമ്പോൾ ഈ ലുക്കിൽ കിട്ടും. എല്ലാ 4 സൈഡും നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി നമുക്ക് മെഷീനുള്ളവർ മെഷീനിൽ തച്ചെടുക്കാം, അതല്ല ഗമ്മുള്ളവർ ഗമ്മിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇതൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ വെച്ചാൽ ഭംഗി കിട്ടുമെന്നുള്ള ഒരു രീതിക്ക് ഞാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ തച്ചെടുക്കുകയാണ്. ഇതില്ലാത്തവർക്ക് നമുക്ക് ഫെവി ബോണ്ട് പോലത്തെ പശ വാങ്ങാൻ കിട്ടുമല്ലോ, അത് വെച്ച് ഒട്ടിച്ച് നമുക്ക് എടുക്കാം. അത് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ഓരോ ഇഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മടക്കി എടുക്കുകയാണ്. അപ്പം ഇതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമ്മൾ സാരിക്ക് ഞുറിയെടുക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ കുറച്ച് നേരം വെയിറ്റ് കൊടുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഇതിൻ്റെ പുറത്ത് വെയിറ്റ് വയ്ക്കുകയോ അതല്ലെങ്കിൽ ക്ലിപ്പിട്ട് വയ്ക്കുകയോ ചെയ്യണം. ഒരു കുറച്ച് നേരം, ഒരു 15-20 മിനിറ്റ് ഇതിനെങ്ങനെ വയ്ക്കുക. അപ്പോൾ വെയിറ്റ് ഇട്ട് വെച്ച് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഒന്നീ വെയിറ്റ് ഇട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ ക്ലിപ്പിട്ട് വയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വെയിറ്റ് ഇട്ടാണ് വെച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ വെട്ടിക്കളഞ്ഞതിൻ്റെ മുണ്ട് 2 സൈഡ് അതിൻ്റെ ഈ ഭാഗത്തിന് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതാണ്.
ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെയ്ത്ത് വാങ്ങാം. അതുകൊണ്ട് ഈ തുമ്പത്ത് ഇതാ ഇങ്ങനെ വെച്ച് കെട്ടുകയാണ്. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. എന്നിട്ട് ഈ ലാസ്റ്റ് വന്ന തുമ്പ് വെച്ച് നമുക്കൊന്ന് എന്ത് ചെയ്യണം, നൂല് കൊണ്ട്, സൂചി നൂല് കൊണ്ട് നമുക്ക് തച്ചെടുക്കാം. വിടർത്തിയെടുക്കാം. ഇപ്പോൾ ഈ വർഷത്തെ വിഷുക്കണിക്ക് ഞാനുണ്ടാക്കിയ ഉടയാട വെച്ചാണ് ഞാൻ ഇപ്രാവശ്യം കണി കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? ഇത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ഇത് ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.